അങ്ങനെ ഇന്നലെ രാത്രി 12 മണിയോടുകൂടി ബിഗ് ബോസ് മലയാളം സീസൺ 6 ഈ രണ്ടാം ആഴ്ചയിലെ വോട്ടിംഗ് ലൈൻസ് എല്ലാം ക്ലോസ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ആരാണ് ഒന്നാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത്? ആർക്കായിരിക്കും നാളത്തെ ഞായറാഴ്ചയിലെ ലാലേട്ടം വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യത? എല്ലാം നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. അങ്ങനെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആയ സമയം മുതൽക്കേ ഒന്നാം സ്ഥാനം കൈയടക്കി വെച്ചിരിക്കുന്നത് ഋഷി കുമാറാണ്. അതായിരിക്കും വിട്ടുകൊടുക്കാതെ തൻ്റെ കൈപ്പിടിയിൽ തന്നെയാണ് ആ ഒരു ഒന്നാം സ്ഥാനം സുരക്ഷിതമായിട്ട് നമ്മുടെ ഋഷി വെച്ചിട്ടുണ്ട്. ദെൻ അടുത്തതായിട്ട് രണ്ടാം സ്ഥാനത്ത്, ഒന്നാം സ്ഥാനത്തോട് വളരെ കുറച്ച് വോട്ടിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, സിജോ ആണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ആയ സമയത്ത്. പിന്നീട് മൂന്നാം സ്ഥാനത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിം ബിഗ് ബോസിൽ കാഴ്ചവെക്കുന്ന കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള റോക്കിയാണ്, അസീർ റോക്കിയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ മസൽ അലിയൻ മല്ലയ്യാണ്. നാലാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ സുരക്ഷിതമായിട്ട് ജിൻഡോന്റെ കയ്യിൽ സുരക്ഷിതമാണ്. ദെൻ അടുത്തതായിട്ട് അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് കോമണർ ആയിട്ടുള്ള റസ്മിൻ ബായി ആണ്. ദെൻ ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് നോറയാണ്. നോറ എന്ന് പറയുമ്പോൾ 6ഉം 7ഉം 8ഉം സ്ഥാനങ്ങൾ ഇങ്ങനെ മാറി കളിക്കുകയായിരുന്നു. വോട്ടിംഗ് ലൈൻസ് ക്ലോസ് ആയ സമയത്ത് 6ആം സ്ഥാനം തന്റെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുണ്ട്. ദെൻ 7ആം സ്ഥാനത്ത് നിൽക്കുന്നത് സുരേഷാണ്. സുരേഷും ഈ ഒരു ലിസ്റ്റിൽ ഡേഞ്ചറസ് സോണിൽ തന്നെയാണ്. ദെൻ 8ആം സ്ഥാനത്ത് അവസാനതായിട്ട് നിൽക്കുന്നത് നിഷാന എന്നാണ്, കോമണർ ആയിട്ടുള്ള. അപ്പോൾ സുരേഷിനും നിഷാനയ്ക്കും ഒരുപോലെയാണ് ലാലേട്ടൻ എത്തുന്ന ഞായറാഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ പുറത്തു പോകാനായിട്ടുള്ള ചാൻസ് കാണുന്നത്. ഇനിയിപ്പോ ഫസ്റ്റ് വീക്കിൽ ഒരു എവിക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ ഒരു സെക്കൻഡ് വീക്കിൽ നോ എവിക്ഷൻ വീക്ക് ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും രക്ഷപ്പെട്ടു. കുറച്ചുകൂടി ഗെയിമും കോണ്ടന്റുകളും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു സപ്പോർട്ടേഴ്സിന്റെ എണ്ണം കൂട്ടാനായിട്ട് സാധിക്കും. പക്ഷേ ഈ ഒരു വീക്കിൽ എവിക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ സുരേഷിനും നിഷാനയ്ക്കും ഒരുപോലെയാണ് ചാൻസ് കാണുന്നത്. പക്ഷേ നിഷാനയ്ക്ക് കുറച്ചുകൂടി ചാൻസ് കാണുന്നുണ്ട്. കാരണം വോട്ടിംഗ് ലൈൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോളുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും എല്ലാത്തിലും ഏറ്റവും പുറകിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് കോമണർ ആയിട്ടുള്ള നിഷാനയൻ. ബിഗ് ബോസിൽ പ്രത്യേകിച്ച് ഒരു കണ്ടന്റുകളും ഈ ഒരു 14ആം എപ്പിസോഡ് വരുന്ന സമയത്തും നിഷാനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇനി അങ്ങനെ തന്നെ ആണെങ്കിൽ ഈ ഒരു നോ എവിക്ഷൻ വീക്ക് ആണെങ്കിൽ തന്നെ നിഷാനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അടുത്ത ആഴ്ചയിലാണെങ്കിലും. അപ്പോൾ നല്ല നല്ല ഗെയിമുകൾ കാഴ്ചവെക്കാനായിട്ട് എല്ലാ കണ്ടസ്റ്റൻസിനും സാധിക്കട്ടെ. ഇതൊരു നോ എവിക്ഷൻ വീക്ക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ഫസ്റ്റ് വീക്കിലൊരു എവിക്ഷൻ മറ്റുള്ള സീസണുകളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ഒരു സീസണിൽ ഒരു പുതുമയ്ക്ക് വേണ്ടി ഫസ്റ്റ് വീക്കിൽ തന്നെ ഒരു എവിക്ഷൻ നടത്തി. അതിന് ചില കാരണങ്ങളും ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ പിന്നെ നമുക്ക് അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ടാറ്റ.